വളഞ്ഞു കുത്തിക്കളാ അവരെ ആ കയ്യാണ്. അപ്പൊ നമ്മള് റേഷൻ വാങ്ങി ഗൈസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി റേഷനാണ്. ഇനി അപ്പൊ റേഷന്റെ പരിപാടി രാവിലത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെയും കുറെ പരിപാടികളുണ്ട്. ഇത് അടുപ്പത്ത് കൊണ്ടുപോയി കുത്തി വെച്ച് ചോറാക്കി തിന്നണം. അപ്പൊ ഗൈസ് ഇതാക്കണം. റേഷൻ കടയിൽ പോയിട്ട് നമ്മള് നേരെ 2 മണിക്ക് പല്ലേക്കണത് കണ്ടോ. ഇപ്പോഴാണ് റേഷൻ കടയിൽ പോകുമ്പോ വരൂല. എന്താ പിന്നെ ഓനെയൊക്കെ പറയാ. വണ്ടിന്റെ പോയിക്കോ പാട്ടിന്ന് പോയിക്കോ കേട്ടോ. വണ്ടിയില്ല ഒന്നുമില്ല. അപ്പൊ ഗൈസ് ഇന്ന് ഞങ്ങൾ ഇതാക്കണ റേഷൻ പീടിയൊക്കെ പോയി വന്ന് ഔട്ട്ഫിറ്റൊക്കെ മാറ്റി ഞങ്ങൾ നേരെ ഇന്ന് തുറവുണ്ട്. ഇമ്മാൻ്റെ കൂടെ തുറവുണ്ട്. അപ്പൊ അതിന് പോവാൻ നിൽക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഇമ്മയൊക്കെ മാറ്റണുണ്ട്. അപ്പൊ ഞങ്ങള് പരിപാടി ഇന്നത്തെ ഇതൊക്കെയാണ്. ഞാൻ കാട്ടിത്തരാം. റിജൊക്കെ ഇതാക്കണേ. ഇതാണ് ഇട്ടിക്കണേ കൂത്ത് ഞാൻ മാറ്റ. അപ്പൊ അപ്പൊ മാറ്റിക്കോ കൂത്തു ഞാൻ. അപ്പൊ ഞങ്ങള് പോവാൻ നിക്കാണ്. ആനുവിനെയൊക്കെ മാറ്റിക്കണ. ഇതൊക്കെ സംഭവം എടുത്തു കൊടുത്താണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവര് ചെറിയ ദുബായ് സാധനാണത്. അപ്പൊ ഞങ്ങള് തുറവ് കഴിഞ്ഞിട്ട് ഞങ്ങള് വരാം. അപ്പൊ നമുക്ക് വീഡിയോ നമ്മള് കാട്ടിത്തരാം. എല്ലാവരും മാറ്റണ്ട. എല്ലാവരും എടുക്കട്ടെ. ഓക്കെ. എവിടേക്ക് പോണത്? പൂച്ചക്കുത്തിക്ക് നോമ്പ് വെക്കാനില്ലേ? ലച്ചുന് നോമ്പുണ്ടതിന്? റിജുനോ? ലച്ചുന് ഉണ്ടോ അതിന്? ലച്ചുന് ഇല്ല. അത് നോണ പറയണ്ട. ഉണ്ടോ? ഉണ്ട് കാഴ്ച പറഞ്ഞോളാ. ഞങ്ങൾക്ക് നോമ്പ് ബാക്കി നാളെ. ഓക്കെ. അപ്പോൾ അതിനൊക്കെ വണ്ടിയൊക്കെ റെഡിയാണ്. സാധനങ്ങളൊക്കെ വെച്ച് ഇത് കുറച്ച് സാധനങ്ങൾ അല്ലറ ചില സാധനങ്ങളൊക്കെ വെച്ച് അപ്പോൾ ഞങ്ങളങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോട്ടെ. നിങ്ങൾ ചളിയാക്കണ്ടല്ലേ ലച്ചുവാ? അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയോട്ടെ. ഫുള്ള് ഇവനൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കളിപ്പനാണ്. ഇന്ന് ഉമ്മാൻ്റെ കൂടിയൊക്കെ ഞങ്ങൾ തുറക്കാൻ പോവാണ്. അല്ല അമ്മ? ഞങ്ങൾ 2 വണ്ടിയിലാണ് പോണത്. അനുണ്ട്. അനു നൂൽപുട്ട് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ ഡെലിവറി ബോയ് വന്നിട്ടില്ല. ഞങ്ങൾ നൂൽപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പോത്തല്ല അങ്ങാടിയിലാണ്. സനാനയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഉണ്ടോ അനുവിന് പ്രഷർ കയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാറ്റാണ്, നല്ല കാറ്റുണ്ട്. സാധനം കിട്ടി ഗൈസ്. നൂൽപുട്ട് കിട്ടി. ഓക്കെ. എന്തുമ്പോ കയറിയിട്ടാ പോവുക? പുറത്തേക്ക് ഇറങ്ങിയാൽ എനിക്ക് 1000 റുപ്യ ചെലവ്. 1000 അല്ലേ 2000 3000 ഒക്കെ വരും. ഇവനൊക്കെ പിന്നെ എന്താ കാട്ടുക? ഇവനിട്ടുന്ന ഷർട്ട് വരെ എന്താണ് ആണ് കേസ്. ഇത് ഞാൻ ഗൾഫിൽ നിന്ന് നടന്നതാണ്. അപ്പോൾ ഞങ്ങള് നീനുവിനെ കൊണ്ടുവരാൻ വന്നതാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അളിയൻ വരുന്നിട്ട് ഉണ്ട്. അളിയന് അവിടേക്ക് വരും, തുറക്കാനുള്ള അടുത്ത് വരും. അപ്പോൾ ഓളെയും കൊണ്ട് ഞങ്ങൾ പോകും. അപ്പോൾ നീനുവിനെ എടുക്കാൻ വേണ്ടി എൻ്റെ ഉമ്മയൊക്കെ പോയിക്കണം വരുന്നുണ്ട് പോലെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ നീനുവിനെയൊക്കെ എടുത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നീനുണ്ട് വണ്ടിയിൽ, ഇമ്മ ഉണ്ട്, അനുണ്ട്, താത്ത ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ പൂച്ചക്കുത്താണ് ഇന്ന് തുറവി. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ തുറവിയൊക്കെ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. തുറവി എന്താ വെച്ചാൽ ഞങ്ങൾ പഴയ മോഡൽ തുറവിയാണ്. അതായത് ഞങ്ങൾ മന്തി ബിരിയാണി അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എന്നും തന്നെയാണ് തിന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ എന്താട്ടി എല്ലാവരും പാടെ തീരുമാനിച്ചു അങ്ങനത്തെ ഒന്നും വേണ്ട. നേരത്തെ നമ്മളെ പത്തിരി, നൂൽപുട്ട്, പൊറാട്ട, നമ്മളെ സാധാ കടിയാൾ അങ്ങനെയൊക്കെ മാറ്റി വെച്ചു. നമ്മൾ വെറുതെ അങ്ങനെ ഒന്നും ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെയാണ് കാട്ടുന്നത്. ഇപ്പോൾ നാളെയും തുറവുണ്ട്, മറ്റന്നാൾ തുറവുണ്ട്, തുറവിയോട് തുറവ് തന്നെ. പിന്നെ പറഞ്ഞാൽ ഈ തുറവി നടത്തുന്നവർക്ക് കൂലിയുണ്ട്. കാരണം ഇപ്പം ഒരു നോമ്പ് മാറ്റാണ്ട് ഒരാളെ തുറപ്പിച്ച് പറഞ്ഞാൽ നോമ്പ് മാറ്റ പോലത്തെ കൂലി തന്നെയാണ്. അല്ലമ്മ? അങ്ങനല്ലേ? ആണ്. നോമ്പ് നാറ്റ ആളെ തുറപ്പിച്ച ആ കൂലിയും കൂടി നമുക്ക് കിട്ടും.
അപ്പൊ കൈനൂല് തുറപ്പിച്ചണെങ്കിൽ വലിയ ഇതൊന്നും വേണ്ട, നമ്മൾ ഉണ്ടാക്കണ തന്നെ തട്ടിക്കൂട്ടി തുറപ്പിച്ചാലും അതിന് കൂലിയാണ്. ഓക്കെ. അനക്ക് നോമ്പുണ്ട് താനു? അനക്കില്ലേ? ലച്ചുനോ? അനക്കുണ്ടോ? നോമ്പുണ്ടോ? നോമ്പുണ്ട് കേട്ടോ. ഇപ്പൊ ലൈറ്റ് ഇല്ലാണ്ടാ റിവോ നോമ്പില്ലേലും റിവോ എത്തിക്കണേ സോനാക്കണേ ഇപ്പൊ എമ്മമ്മ എന്ത് പരിചയം ഇപ്പൊ പോയി അടിക്കണ്ടേ? ഒന്നും പറയണ്ട. അതെ ഓൻ പോയി. തറവാട്ടിൽ നിന്ന് നോമ്പോറൊക്കെ വന്നാണ്. മമ്പാട് മോളും പായമ്പാടം വിഷമോള്, മമ്പാട് റഷമോള്, സനമോള്, ലുരുമോള് എല്ലാവരും ഉണ്ട്. സാലു സൂപ്പർ. ഇന്ന് എന്തൊക്കെ ഉണ്ടായി നമുക്ക് തുറക്കാന്? എല്ലാം ഉണ്ടായില്ലേ? ഉഷാറായി ഇല്ല നമ്മള്? ഉഷാറായി. അപ്പോൾ ഇതാക്കുന്ന പരിപാടിയിൽ എല്ലാവരും ഉണ്ട്. പരിപാടിക്ക് കുട്ടികളൊക്കെ ആക്കണേ. നൂനൊക്കെ ഉണ്ട്. സംഭവം നൂന് ഇന്നും ഇപ്രാവശ്യം നോമ്പ് പറ്റിയിട്ടില്ല. ആക്കണേ ഇപ്രാവശ്യം നോമ്പ് പറ്റിയിട്ടില്ല. സാധനം പറ്റിയിട്ടില്ല. പിന്നെ ആരാ? നൂന് പറ്റിയിട്ടില്ല, മീനു പറ്റിയിട്ടില്ല, അസമോള് എല്ലാവരും ഉണ്ട്. അനു ആക്കണ ഇവിടെ ഉണ്ട്. മീനൂനെ കാണാനല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. എന്ത് കളി? മോള് ആക്കണ ഇന്നെന്താ നമുക്ക് ഇനി ഭക്ഷണം എന്തല്ലേ? അതൊന്നുമില്ല. നമ്മള് പണ്ടത്തെ ഇതാണല്ലേ മോളോ? പണ്ടത്തെ സ്റ്റൈലാണ് നമ്മളിന്ന്. അതെ പയങ്കഞ്ഞല്ലേ നമ്മള് നേരെ ഇന്ന് എന്താ കാട്ടണേ? ഇന്ന് നമുക്ക് നൂൽപുട്ട്, പൊറാട്ട അങ്ങനത്തെയൊക്കെയാണ്. കുറേ ഒന്നുമില്ല, നമ്മൾ സാധാ ഭക്ഷണങ്ങൾ. അതെ അതല്ല രസം. തറവാട്ടിലത്തെ നോമ്പ് പറഞ്ഞാൽ അങ്ങനെയാണ്. അതെ അപ്പോൾ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അല്ലേ? അടിക്കുക, ഷെയർ ചെയ്യുക. അതെ അപ്പോൾ ഞങ്ങളും കുട്ടികളും ആക്കണ ഞങ്ങളൊക്കെ നോമ്പ് നോക്കി പയങ്ങിയിരിക്കുന്നു. എന്ത് കളി ആക്കണ? ഫുള്ള് ഫുഡൊക്കെ റെഡിയായി. പത്തിരി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോനു എങ്ങനെയുണ്ട്? പത്തിരിയൊക്കെ ആയിട്ട് ഉഷാറല്ലേ? തിന്നട്ടെ. അപ്പോൾ നല്ല പരിപാടിയും കഴിഞ്ഞു. തറാവിക്കുന്നൊക്കെ ഇത് നമുക്ക് തറാവി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ തറാവിയൊക്കെ കഴിഞ്ഞു. ഉഷാറായി, അൽഹംദുലില്ലാ, റാഹത്തായി. സോനൊക്കെ ഇതാക്കണം. സോനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ കാലത്തില്ലോരൊന്നും നോമ്പും നോക്കൂല. കുറേ മിക്ക ഏട്ടന്മാരുണ്ട്. നമ്മളൊക്കെ അറിയുന്ന കുറേ ആൾക്കാർ നോമ്പ് വെക്കാത്തവരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ നടക്കും. നമ്മളൊക്കെ ഉഷാറാണ്. നമ്മളൊക്കെ നോമ്പ് വെക്കുക. ഒരു നോമ്പ് ഞങ്ങൾ വിടൂല. നമുക്ക് ഭയങ്കര സങ്കടമാണ് കൂടുന്നത്. തറാവി നോക്കി ഇപ്പം ഞങ്ങൾ തറാവി കഴിഞ്ഞ് വരിക. നമ്മളൊക്കെ ഇറങ്ങി നമ്മൾ പോകണം. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും നോമ്പ് വെക്കുക, തറാവിക്കരുത്. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇതാക്കണ എല്ലാവരും പോവുകയാണ്. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് തറവാട്ടിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത് തുടങ്ങിക്കാൻ നമ്മൾ കാണാം.
ഓക്കെ, ഇതൊക്കെ നമ്മളെ കുട്ടീസ്. ഓക്കെ, നമുക്ക് അടുത്ത തുറവി കാണാം.